أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين। सब्र और नमाज के साथ मदद मांगो और यकीनन ये आजिज़ी करने वालों के सिवा सब पर बोझल है। സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിൻ്റെ സഹായം തേടുക. നിശ്ചയം ഇത് വിനയാന്വിതരായ ആളുകൾ ഒഴികെ ബാക്കി ഉള്ളവർക്ക് വളരെയധികം പ്രയാസകരമായ ഒന്നാണ്. നോമ്പ് അതിൻ്റെ എല്ലാ തലത്തിലും അവസാനിച്ചു എന്നൊരു നിലയിലാണ് ഇന്നുള്ളത്. കാരണം 6 നോമ്പുള്ളതും കഴിഞ്ഞ്. നോമ്പിന് സബറിനും രണ്ടും അടുത്ത അർത്ഥമാണുള്ളത് അറബി ഭാഷയിൽ. നോമ്പ് എന്നാൽ അതിനൊരർത്ഥം നിൽക്കുക എന്നൊരർത്ഥമുണ്ട്, സൗമെന്ന്. അതേപോലെ തന്നെ സബറിനും ഒരു സ്ഥലത്ത് ഒന്നിനെ ഭയന്ന് അതല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതിന് സബർ എന്ന് പറയുന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം അറബിയിൽ അത് രണ്ടിനുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ എല്ലാം നിരത്തിക്കൊണ്ട് സബറിന് എന്തൊക്കെ അർത്ഥമുണ്ടോ അതൊക്കെ നോമ്പിനുണ്ട്. അതേപോലെ നോമ്പ് നമ്മൾ സൗമ് എന്ന പദം കൊണ്ട് എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതൊക്കെയും സബറിലും ഉണ്ട്. രണ്ടും ഏറ്റവും അടുത്ത പദങ്ങളാണ് എന്ന് അരുൾ ചെയ്യുകയുണ്ടായി. സബർ, നമസ്കാരം, ഇത് രണ്ടും മുഖേനയാണ് നമ്മോട് ദുആ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവിനോട് അവൻ്റെ സഹായത്തിന് വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അത് വിനയത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക്, വിനയം ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നോട് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും സാധാരണ പ്രകൃതിയിൽ കാണുന്ന ഒരു തത്വമാണ്. സബർ എന്നൊരു വ്യക്തി തനിക്ക് വരുന്ന എല്ലാ വിഷമങ്ങളും അത് അള്ളാഹ് തന്നതാണ്, അള്ളാഹു എന്നോട് ഇച്ഛിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഇരിക്കാനാണ് എന്ന് വിചാരിച്ച് അതിൽ പൂർണ്ണമായിട്ടും നിലകൊള്ളുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സബർ ചെയ്യുന്നത് ആരെങ്കിലും ഒരു വിധത്തിൽ ദ്രോഹിച്ചത് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടായിരിക്കും. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? അവൻ്റെ കയ്യിലുള്ള ഒരു സംഗതി, അവൻ്റെ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ സന്തോഷത്തിന് കാരണമായ ഏതെങ്കിലും ഒന്ന് ആത്മീയ ഭൗതികമായിട്ടുള്ള ഒരു സംഗതിയെ പിടിച്ചു പറിക്കുകയും അതിന് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് വിഷമം ഉണ്ടാകുന്നത്. ഒരു കള്ളം വന്ന് തൻ്റെ കയ്യിലുള്ള സ്വത്ത് കട്ടുകൊണ്ട് പോവുക, അതല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ഒരു അവകാശം ഹനിച്ച് അവിടെ പിടിച്ചു വെക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ഇസ്സത്ത്, നമ്മുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഒരാൾ ഇകഴ്ത്തിക്കൊണ്ട് അതിനയാൾ പിടിച്ചു വെക്കുക. ഈ വിധത്തിൽ ഏതൊരു തരത്തിലും ഒരു മനുഷ്യൻ കഷ്ടപ്പാടിലകപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ അയാളുടെ വേറെ ഏതെങ്കിലും ഒരു കാരണത്താൽ അയാളുടെ ഇഷ്ടപ്പെട്ട ഒന്നിനെ എടുത്തു വെക്കുമ്പോഴാണ് അയാൾക്ക് സബർ ചെയ്യേണ്ടി വരുന്നത്. ഇതേപോലെ നോമ്പിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അത് നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കല്ല, നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ നമുക്ക് അതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരിക്കലാണ്. ഈ ഒരു അവസ്ഥയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. മനുഷ്യന് എനിക്ക് എന്തെല്ലാം ഉണ്ടോ ഇതൊക്കെ പോയാലും എനിക്ക് നിന്നെ മതി എന്നുള്ള ഒരവസ്ഥയിൽ, അള്ളാന്റെ തൃപ്തി മതി എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നതിനാണ് സബർ എന്ന് പറയുന്നതും നോമ്പ് എന്ന് പറയുന്നതും. ഇത് പ്രകൃതിയിൽ കാണുന്ന ഒരു തത്വം. ഇപ്പം സിംഹം എത്ര വലിയ അക്രമിയായിട്ടുള്ള ഒരു ജീവിയാണെങ്കിലും അതിന്റെ മുമ്പിൽ ഒരു മൃഗം ഇരുന്നു കഴിഞ്ഞാൽ, കടന്നു കഴിഞ്ഞതിനെ വിട്ടാളെ പിന്നെ അതിനെ ആക്രമിക്കൂല. അത് പിന്നെ അതിനെ ആക്രമിക്കാൻ അതിന് ഇഷ്ടമല്ല. അപ്പോൾ അത്രയും കൂടുതൽ ക്രൂരനായിട്ടുള്ള ഒരു മൃഗത്തിന് പോലും തന്റെ മുമ്പിലെല്ലാം അടിയറ വെക്കുന്ന ഒരാളോട് സ്നേഹം തോന്നും, അല്ലെങ്കിൽ സഹാനുഭൂതി തോന്നും. അങ്ങനെ അതിനെ വിട്ടുപോകുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ പ്രകൃതത്തെ തന്റെ ജീവിതത്തിൽ നടന്നൊരു സംഗതിയെ കുറിച്ച് എടുത്ത് പറയാണ്. അവർക്ക് സാനിയുടെ ചെറുപ്പകാലത്ത് കാദ്യന്റെ 4 ഭാഗമുള്ള വെള്ളത്തിൽ കളിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബോട്ട് ഉണ്ടായിരുന്നു, തോണി ഉണ്ടായിരുന്നു. ഈ തോണി വെള്ളത്തിൽ കളിച്ച് വന്നിട്ട് അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അടുത്തുള്ള ആരാണെങ്കിലും കുട്ടികൾ വന്നിട്ട് അതെടുത്ത് കേടുവരുത്താറുണ്ട്. അവർ കളിക്കൽ മാത്രമല്ല, കൊണ്ടുപോയി ദൂരം കൊണ്ടുപോയി അനുവാദമൊന്നും മേടിക്കാതെ പോയി കേടുവരുത്തുന്നു. അപ്പോൾ ഒരിക്കൽ സാനി തന്റെ കൂട്ടുകാരോട് പറഞ്ഞ്, ഇത് ഇനി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. അപ്പോൾ ഗ്രാമത്തിലുള്ള ആളുകൾ, കുട്ടികൾ വന്നിട്ട് ഇതിനെടുത്തുകൊണ്ട് കേടുവരുത്തുമ്പോൾ തന്നെ എടുത്തിട്ട് മേലെ ഇട്ടിട്ട് താഴത്തേക്കിടയിലും മറിച്ചിക്കലും തിരിക്കലും കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞിരുന്ന സുഹൃത്ത് സാനിയെ അറിയിച്ചു. സാനി ഓടിച്ചെന്ന് അപ്പോൾ കുറെ ആൾക്കാർ സാനിയോടെ നിന്നിട്ട് ഒച്ചയില്
പിന്നെ എൻ്റെ തോണി ഉടനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ്. ആ ഒച്ച കേട്ടോടനെ കുറെ ആൾക്കാർ ഇറങ്ങി ഓടി. പിന്നെ അവസാനം 2-3 ആൾക്കാർ കൊടുന്ന് അതിലുള്ള ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞ് ഓടി കളഞ്ഞു. അവസാനം ഇറങ്ങുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു പിന്നെ ആളുണ്ട്. അയാൾ ഉടനെ ഇറങ്ങി വന്നപ്പോൾ സാനി ഉടനെ തന്നെ അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോഴേ താഴത്തേക്ക് താഴുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞ അടിച്ചു കൊന്നു പറഞ്ഞിട്ട് ചെവി കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, കഴുത്തിട്ട് കാട്ടി കൊടുത്ത് അടിച്ചു എന്ന് പറഞ്ഞു. പെട്ടെന്ന് സാനിയുടെ കൈയില്ലാതെ പോയി. കാരണം ഒരാൾ തല്ലുമ്പോഴുന്ന കൊന്നോന്ന് പറഞ്ഞ മുമ്പിൽ കിട്ടുകൊടുത്താൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ ഉടനെ തന്നെ പിന്നെ തന്നെ താണു പോവുകയും തൻ്റെ ആ ആളോടൊരു സ്നേഹബന്ധം വരികയും അതല്ലെങ്കിൽ തന്നെ കുറിച്ച് ഒരു ചെറിയൊരു ഇയാളെക്കാണ് താൻ മോശക്കാരനാണെന്നുള്ള അവസ്ഥയിലെത്തുകയും അത് വിട്ടുകളയും ചെയ്യുന്നു. ഇതുതന്നെയാണ് അള്ളാഹു ഏത് വിധത്തിലുള്ള ഒരു പരീക്ഷണം നമുക്ക് തന്നാലും ഏത് വിധത്തിലുള്ള കഷ്ടപ്പാട് തന്നാലും ആ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ മുഴുവൻ ഇട്ടുകൊടുക്കുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ ഇത് പറയുന്നത്. സാനി റളിയല്ലാഹു തആല അപ്പോഴ് അള്ളാഹിന്റെ ആ സ്നേഹം പിടിച്ചു പറ്റാനുള്ള സ്ഥലമാണ്. സാനി പറയുന്ന ഒരിക്കല് ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി ഹുസൂർ ദുആ ചെയ്തു, ഒരുപാട് ദുആ ചെയ്ത്. അപ്പോൾ അത് കബൂലാകുന്ന കാര്യത്തിൽ വീണ്ടും കൂടുതൽ പിന്നെ താമസം വന്നു. ഉടനെ സാനി റളിയല്ലാഹു തആല പറയുന്നു, ഞാനൊരു തീരുമാനമെടുത്ത് ഇനി അള്ളാഹുവിനോട് കൂടുതൽ വിനയത്തോടുകൂടി ദുആ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ ഇനി കട്ടിൽ കിടക്കൂല, നിലത്തെ കിടക്കുള്ളൂ. അവിടെ കിടന്നിട്ട് രാത്രി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് താഴെ നിലത്ത് കിടന്നു. നിലത്ത് കിടന്നപ്പോൾ റുയയിൽ കണ്ടത് ഒരു സ്ത്രീ വരുന്നു. കുറച്ച് നോക്കുമ്പോൾ അത് അള്ളയാണ്. അപ്പോൾ ഒരു ഉമ്മയുടെ സ്നേഹത്തോടുകൂടിയാണ് വരുന്നത്. പക്ഷെ കയ്യിലൊരു വടിയുണ്ട്. വടിയുടെ തലപ്പത്ത് കുറച്ച് പച്ചലയുണ്ട്. സാധാരണ ഉമ്മാര് കുട്ടികളെ അടിക്കണമാതിരി സ്നേഹത്തോടു കൂടി പേടിപ്പിക്കുകയും ചെയ്യണം, അതേസമയത്ത് അടിക്കും വേണം. ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽ കാണിക്കാറുണ്ട്. അതേപോലെയാണ്. പക്ഷേ സാനിക്ക് നല്ല ഭയപ്പാടുണ്ടായിരുന്നു അടിക്കാൻ വരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ പറഞ്ഞു, എന്തിനാണോ നിലത്ത് കിടക്കും, കയറി മേലെ കിടക്കുന്നതാണ്. ഉടനെ തന്നെ ചാടി കയറി ബിസർ കയറി കടക്കുകയും ചെയ്തു, കട്ടിൽ കയറി കടക്കുകയും ചെയ്തു. പക്ഷെ ഉറക്കത്ത് നീച്ചു നോക്കുമ്പോൾ തങ്കാട്ടിൽ കയറി കടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സാനി പറയണ അന്നാണ് അള്ളാഹുന്റെ മൊഹബത്ത് എന്താണ്, അള്ളാഹിന്റെ സ്നേഹം എന്താണ്, കഷ്ടപ്പെടുത്തുമ്പോൾ എന്താണ് അള്ളാഹിന്റെ സ്നേഹം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു. ഇത് കഷ്ടപ്പാട് കൂടെ കയറി പോകുമ്പോൾ തീർച്ചയായും എൻ്റെ റബ്ബ് എന്ത് തന്നെ എടുത്താലും ഞാൻ റബ്ബിന്റെ ഒപ്പം നിൽക്കുള്ളൂ എന്ന നിലയിൽ അടിയറ വെച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹത്തെ പിടിച്ചു പറ്റാനുള്ള അവസ്ഥയാണ്. ഇതിനാണ് മനുഷ്യന് കഷ്ടപ്പാടുകൾ അള്ളാഹു നൽകുന്നത് എന്ന് നോമ്പിന്റെ ഒരു പാഠമായിട്ട് ഖലീഫത്ത് മസീഹ് സാനി നോമ്പ് കഴിഞ്ഞൊരിക്കൽ ഖുതുബയിൽ എടുത്തു പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ നോമ്പിന്റെ ലക്ഷ്യവും അതാണ്. ഇത് ഏതുവരെ എന്നാൽ പിന്നെ ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് 7 വയസ്സിലുണ്ടായ ഒരു റൂയ സാനി വിവരിക്കുന്നുണ്ട്. തനിക്ക് 7 വയസ്സ് പ്രായത്തിൽ ഈസാ അലൈഹി ഇസ്ലാം ഒരു ചെറിയ കുട്ടി, വെളുത്ത ഡ്രസ്സോടുകൂടി പിന്നെ വളരെ ഭംഗിയുള്ള ഒരു കുട്ടിയായിട്ട് ഒരു വലിയ പിന്നെ സബൂത്ര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പിന്നെ സ്റ്റാച്ചു ഒക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തറ എന്ന് സാധനം പറയാറുണ്ട്. തറ കെട്ടിന് മുകളിൽ വെക്കാറുണ്ട്. അമൃത്സറിൽ അതേപോലത്തെ ഒരു തറയും അതിൽ വിക്ടോറിയ രാജ്ഞിയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അത് പിന്നെ മുഴുവൻ പിന്നെ മാർബിൾ കൊണ്ട് അലങ്കരിച്ച ഒന്നായിരുന്നു. അതിൽ ഈസാ അലൈഹി സ്വലാം നിൽക്കുന്നു. അപ്പോഴും മേലെന്ന് മറിയം അലൈഹി സ്വലാം അതിനേക്കാൾ ഭംഗിയായ ഡ്രസ്സിൽ താഴോട്ട് ഇറങ്ങി വരുന്നത് കാണാം. അടുത്തെത്തുമ്പോൾ രണ്ടുപേരും പിന്നെ ഈസാ അലൈഹി സ്വലാം കൈ കാണിക്കുന്നു, തിരിച്ച് മറിയം തന്റെ കൈയും കാണിച്ചിട്ട് അടുത്ത് വന്ന് കൈ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് സാനി റൂയയിൽ തന്നെ കേൾക്കുന്നൊരു വാക്ക് ലവ് ക്രിയേറ്റ്സ് ലവ്, സ്നേഹം സ്നേഹത്തെ ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ ഉണ്ടാക്കുന്നു എന്നാണ്. അതായത് ഈ ഒരു അവസ്ഥയാണ് പരീക്ഷണത്തിൽ കിടക്കുന്ന ഒരാള് മേലെ നിന്ന് അള്ളാഹു തന്നെ ആ അള്ളാഹിനോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് അള്ളാഹുവിന് അതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടായിരിക്കും. ഈ ഒരു പാഠമാണ് റമദാൻ നമുക്ക് നൽകുന്നത്. അതേപോലെ ബാക്കിയുള്ള നോമ്പുകൾ നൽകുന്നത്. ഈ മാസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് വെക്കുന്നതും ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. തനിക്കൊരു എന്തൊരു പരീക്ഷണം ഏത് വിധത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും റബ്ബിന്റെ മുമ്പിൽ എനിക്കുള്ളത് കൂടി ഞാൻ കളയാൻ തയ്യാറാണ് റബ്ബെ എന്ന നിലയിൽ ഒരു പിന്നെ സിംബോളിക് ഭാഷയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറ വെക്കലാണ്. അത്തരത്തിലൊരാൾ തന്റെ ജീവിതത്തെ അടിയറ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ എല്ലാ ശക്തിയും അവന് കൊടുക്കുന്നു. അതിനെക്കൊണ്ട് സാനി പറയുന്നതാണ് പിന്നെ ഒരാൾ നോമ്പെടുത്ത് കുറെ ക്ഷീണിക്കാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നോമ്പെടുത്ത് ക്ഷീണിക്കലല്ല, അവനൊരുപാട് ശക്തിയാണ്, അള്ളാന്റെ ശക്തിയാണ് അയാൾക്ക് കിട്ടുന്നത്. അയാൾക്ക് ക്ഷീണമല്ല, അയാൾക്ക് താക്കത്താണ് അതുകൊണ്ട് കിട്ടുന്നത്. ഒരിക്കലും അയാൾ ക്ഷീണിക്കുന്നില്ല.
ഇതൊരു റുഹാനിയായിട്ടുള്ള ഒരു ലോകമാണ്, ആത്മീയമായിട്ടുള്ള ഒരു ലോകമാണ്. ആ ലോകത്തെ രുചിച്ചറിഞ്ഞവർക്ക് മാത്രം മനസ്സിലാകാവുന്ന സത്യമാണ്, വേറെ ആർക്കും തിരിച്ചറിയാത്ത സംഗതിയാണ്. അപ്പോൾ നോമ്പിന്റെ യഥാർത്ഥത്തിലുള്ള പാഠം അതാണ്. ആ റുഹാനിയായ ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറ വെച്ച് ശക്തി ആർജിക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് ശക്തി ആർജിക്കുന്ന ഒരു പാഠമാണ് നമുക്ക്